ഹായ് അങ്ങനെ വാഴ 2 എന്ന സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. വെറും 7 ദിവസം കൊണ്ടാണ് വാഴ 2 എന്ന സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത്. കേരള ബോക്സ് ഓഫീസിൽ വൻ കളക്ഷനാണ് ഓരോ ദിവസവും സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരള ബോക്സ് ഓഫീസിലാണ് സിനിമ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓരോ ദിവസവും നേടിക്കൊണ്ടിരിക്കുന്നു. സിനിമ ഇറങ്ങി ഒരാഴ്ച കൊണ്ടാണ് 100 കോടി എന്ന നേട്ടം ഈ സിനിമ സ്വന്തമാക്കിയത്. അത് വലിയൊരു നേട്ടമാണ്. മലയാളത്തിലെ ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന മൂന്നാമത്തെ ചിത്രമായി വാഴ മാറുന്നൊരു കാഴ്ച. വാഴ 2നേക്കാളും വേഗത്തിൽ 100 കോടി നേടിയ സിനിമകൾ അത് രണ്ടും മോഹൻലാലിൻ്റെയാണ്. എമ്പുരാൻ എന്ന സിനിമയും തുടരും എന്ന സിനിമയും. ഈ രണ്ട് സിനിമകളും വളരെ വേഗത്തിൽ 100 കോടി നേടി. ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് വാഴ 2 എത്തി നിൽക്കുന്നു. തീർച്ചയായും ഇത് വലിയൊരു കാര്യം തന്നെയാണ്. വലിയ താരപരിവേഷമില്ലാത്ത ആൾക്കാരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ മികച്ച സിനിമയായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഈ നേട്ടം സ്വന്തമാക്കാനായത് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സിനിമയെ പ്രേക്ഷകർ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. എന്തായാലും വാഴ 2 ടീമിന് അഭിനന്ദനങ്ങൾ. മലയാളത്തിലെ 15ാമത്തെ 100 കോടി ചിത്രമാണ് വാഴ 2. മലയാള സിനിമയിലെ ആദ്യ 100 കോടി ചിത്രം എന്ന് പറയുന്നത് പുലിമുരുകൻ എന്ന മോഹൻലാൽ സിനിമയാണ്. അത് 2016 അതായത് 10 വർഷം മുൻപ് പുലിമുരുകൻ എന്ന സിനിമയാണ് 100 കോടി എന്ന നേട്ടം മലയാള സിനിമയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. ആദ്യ 100 കോടി ചിത്രം പുലിമുരുകൻ. രണ്ടാമത് മോഹൻലാൽ തന്നെയാണ് 100 കോടി എന്ന നേട്ടം കൊണ്ടുവന്നത് ലൂസിഫറിലൂടെ. 2019 ലൂസിഫർ 100 കോടി നേടി. അതിനുശേഷം 2018 എന്ന സിനിമ 100 കോടി നേടി വലിയ വിജയമായി മാറി. പിന്നീട് പ്രേമലു എന്ന നസ്രിൻ നായകനായ സിനിമ 100 കോടി നേടി. അതിനുശേഷം മഞ്ഞുമൽ ബോയ്സ്, പിന്നീട് പൃഥ്വിരാജിന്റെ ആടുജീവിതം, ഫഹദ് ഫാസിലിന്റെ ആവേശം, ടോവിനോ നായകനായ ARM, പിന്നീട് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ, അതിനുശേഷം മോഹൻലാൽ നായകനായ എമ്പുരാൻ, അതിനുശേഷം വീണ്ടും മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. പിന്നീടാണ് ലോക എന്ന കല്യാണി പ്രിയദർശൻ ചിത്രം 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്നത്. 2025 അവസാനം നിവിൻ പോളി 100 കോടി എന്ന നേട്ടം സർവം മായിലൂടെ വീണ്ടും കൊണ്ടുവന്നു. 2026 ആട് 3യിലൂടെ ജയസൂര്യയും 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കി. ഇപ്പോൾ വാഴ 2ഉം 100 കോടി നേടിയിരിക്കുന്നു. തീർച്ചയായും മലയാള സിനിമ വളരുകയാണ്, വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുകയാണ്. ഇനിയും ഒരുപാട് 100 കോടി ചിത്രങ്ങൾ ഈ വർഷം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.